നമ്മുടെ നാട്ടിൽ കാട്ടുപന്നി, കാട്ടാന ഒക്കെ ഭീതി പരത്തുകയാണ്. പുലിയും കടുവയും ഒക്കെ കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ കാട്ടിൽ നിന്ന് കൊതുക് കൂടി വന്നാൽ എങ്ങനെ ഉണ്ടാകും? ഞാനൊരു കൗതുക വാർത്ത കൊണ്ട് പറഞ്ഞു പോവുകയാണ്. കാട്ടിൽ നിന്ന് കുറച്ച് കൊതുകും കൂടി വന്നാൽ എങ്ങനെ ഉണ്ടാകും നാട്ടിലെ അവസ്ഥ എന്നുള്ളതാണ്. അത് വളരെ കൗതുകമുള്ളതാണ് വാർത്ത. മാതൃഭൂമി 7-ാം പേജിൽ നൽകിയിട്ടുണ്ടത്. അതായത് ഡെങ്കി പരത്തുന്നത് കടുവ കൊതുകാണ്. ഇപ്പോൾ നാട്ടിൽ പനി സീസണാണ്. ആ ഡെങ്കി പരത്തുന്ന കടുവ കൊതുക് കാട്ടിൽ നിന്ന് വരുന്ന എന്നാണ് പറയുന്നത്. അതിൻ്റെ ഏഷ്യൻ ടൈഗർ മൊസ്കിറ്റോ എന്ന് വിളിക്കുന്ന ഈഡിസ് ആൽബോബിസ്ക്കാണ് ഈ വലിയ വെല്ലുവിളി. എന്തായാലും ഈ കൊതുകിനെ തടയാൻ സാധാരണ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. വീട്ടിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതും ഒക്കെ സാഹചര്യങ്ങൾ ഒഴിവാക്കണം. ടാപ്പിംഗ് ഇല്ലാത്തപ്പോൾ റബ്ബർ തോട്ടങ്ങളിലെ ചിരട്ടകൾ കമഴ്ത്തി വെക്കണം. മുട്ടയിടാൻ മഴവെള്ളത്തിനുള്ള അനുമതി കൊടുക്കരുത്. നാട് കീഴടക്കാൻ കാരണമുണ്ട്. ഏഷ്യയിലെ കാടുകളിലായിരുന്നു ഇവ ജീവിച്ചിരുന്നത്. മരപ്പത്തുകൾ, മുളങ്കുറ്റികൾ, ഇലകളുടെ കക്ഷങ്ങൾ എന്നിവിടങ്ങളായിരുന്നു ഇവയുടെ പ്രജനന സ്ഥലങ്ങൾ. ഇപ്പോൾ സ്വാഭാവികമായും മനുഷ്യരക്തത്തോടുള്ള ആസക്തി കൊണ്ടാണ് നാട്ടിലേക്ക് വരുന്നത് എന്ന് കൂടി മാതൃഭൂമി വാർത്തയിൽ പറയുന്നുണ്ട്. എന്തായാലും കടുവ കൊതുകും കൂടി കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.